ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓണസദ്യക്കുള്ള 3 റെസിപ്പിയാണ്. സാമ്പാർ, കുറുക്ക് കാളൻ, പിന്നെ ഇഞ്ചി പച്ചടി. ഈ 3 റെസിപ്പി നമുക്ക് ഇന്ന് കാണാം. സാമ്പാറിന് വേണ്ടിയുള്ള പച്ചക്കറി ഞാൻ അരിയാൻ പോവുകയാണ്. അപ്പൊ ഇത്രയും പച്ചക്കറി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പരിപ്പ് അങ്ങോട്ട് വേവിക്കാൻ വെക്കാം. കുക്കറിൽ തന്നെ വേവിക്കാൻ വെക്കാം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും പിന്നെ കായപ്പൊടിയും നെയ്യും കരിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഈ സമയത്ത് തന്നെ ഇതൊക്കെ തന്നെ പച്ചക്കറിയും വെന്ത് കിട്ടുമല്ലോ. ഇനി ആവശ്യത്തിന് വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ രണ്ടും കൂടി ഒറ്റയടിക്ക് നമുക്ക് വെന്ത് കിട്ടും. സദ്യക്കൊക്കെ പെട്ടെന്നായി കിട്ടുവേ. ഇനി ഒരു പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ജീരകം, ഉലുവ, പിന്നെ വെളുത്തുള്ളി, വറ്റൽമുളക്, കരിവേപ്പില, പിന്നെ കുറച്ച് മല്ലി, ഇതെല്ലാം കൂടി വറുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം, മീൻസ് അരച്ചെടുക്കണം. അപ്പൊ നേരത്തെ തേങ്ങ വറുത്തരച്ച സാമ്പാറിന്റെ ഒക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വേറൊരു രീതിയിലാണ് കാണിക്കുന്നത്. ഇനി ചെറിയ ഉള്ളി, ഒരു 3 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിന്റെ കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് കട്ടിയുള്ള കായമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിന്റെ കൂടെ അരച്ചെടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് പൊടിയാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പൗഡർ ചേർത്ത് കൊടുത്തത്. ഇനി ഈ വേവിച്ച പരിപ്പ് ഈ പച്ചക്കറി വെന്തതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ, എന്നാലേ രണ്ടും കൂടി ഒന്ന് മിക്സ് ആവുള്ളൂ. ഞാൻ ആദ്യം കുറച്ച് ലൂസായിട്ട് തന്നെയാണ് സാമ്പാർ ഉണ്ടാക്കാറ്. പിന്നീട് അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല കട്ടിയാവേ. ഇനി അരപ്പും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് തണുക്കുമ്പോൾ നല്ല കട്ടിയിലായിട്ട് സാമ്പാർ കിട്ടും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കറി ഉണ്ടാക്കാറ്. പിന്നെ ഈ സമയത്ത് തന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് പുളിവെള്ളമാണ്. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി 2 സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അരപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സാമ്പാർ പൊടി അത്രേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ സാമ്പാർ ഇവിടെ റെഡിയായി. വാങ്ങാവുന്ന നേരത്ത് പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലവര് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നെയ്യിൽ നമുക്ക് വറുത്തിടാം. നെയ്യിലോട്ടൊക്കെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുക്, ഉലുവ, വറ്റൽമുളക്, കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല സാമ്പാറിന്റെ മണം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നേരത്തെ ഞാൻ കുറെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തേങ്ങ വറുത്തരച്ചത്, തേങ്ങ അരച്ചത്, അങ്ങനെയുള്ള കുറച്ച് സാമ്പാറിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കയറി ഒന്ന് കാണുക. ഇനി അടുത്ത റെസിപ്പി കാണണ്ടേ, കുറുക്ക് കാളൻ ഉണ്ടാക്കാനായിട്ട് വെള്ളരിക്ക, പച്ചക്കായ്, ചേന, മത്തൻ, പിന്നെ തേങ്ങയും എടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തൈരും കൂടി ചേർക്കും. ഞാൻ അത് കാണിച്ചില്ലാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, 1 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. പിന്നെ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഭയങ്കര എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എരിവിന് ആവശ്യത്തിന് ചേർക്കാം നിങ്ങൾക്ക്. അപ്പോഴത്തേക്കും പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുറുക്ക് കാളൻ. ഇപ്പൊ ചട്ടിയാണല്ലോ, അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ കുറുകി വന്നോളും. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടോ. തൈര് ഒഴിച്ചിട്ട് നല്ല പോലെ തിളപ്പിക്കരുത്. തിളപ്പിച്ചാല് എന്താ പറയാ, പിരിഞ്ഞു വരും. തേങ്ങയും തൈരൊക്കെ തമ്മിൽ പിരിഞ്ഞു വരും. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് കുറുകി വന്നോളും.
ഇനി ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക്, കരിവേപ്പില, പിന്നെ വറ്റൽമുളക് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ. ഇത് വീഡിയോയിൽ സ്കിപ്പായി പോയി അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കുറുക്ക് കാളൻ ഇവിടെ റെഡിയായി. ഇത് തണുക്കുമ്പോൾ കുറച്ച് കുറുകി വരും. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഓണത്തിന് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി പച്ചടി തയ്യാറാക്കാം. ഇഞ്ചി പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയും, പച്ചമുളക്, തൈര്, തേങ്ങ. മൂത്ത ഇഞ്ചി ആയിരിക്കണം, അതായിരിക്കും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഞാൻ ഇങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്. ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചട്ടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ അത്രേ ഇട്ടിട്ടുള്ളൂ. കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഉപ്പ്, പിന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ആ ഇഞ്ചിയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പും പിന്നെ കടുക് ഇങ്ങനെ പൊടിച്ചു എടുത്ത് റെഡിയാക്കി വെക്കാം. ഇങ്ങനെ മൊത്തം പൗഡർ ആക്കരുത്, അങ്ങനെ പൊടിക്കാനേ പാടുള്ളൂ. ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാനേ പാടുള്ളൂ. പിന്നെ തേങ്ങയുടെ കൂടെ പച്ചമുളകും പിന്നെ തൈരും കൂടി ചേർത്തരയ്ക്കുന്നുണ്ട്. തേങ്ങയുടെ കൂടെ തൈരും കൂടി ചേർത്തരയ്ക്കുമ്പോൾ പച്ചടിക്ക് നല്ല കൊഴുപ്പ് കിട്ടും, നല്ല കട്ടിയായിട്ട് വരും പച്ചടി. അങ്ങനെ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തൈര് നമുക്ക് ആവശ്യമുണ്ട്, അതവിടെ എടുത്തു വെച്ചു. അങ്ങനെ കടുക് പൊട്ടിച്ചത്, കടുക് ഇങ്ങനെ ക്രഷ് ചെയ്തത്, അതും തേങ്ങ, തൈര് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച ഇഞ്ചിയിലോട്ടേക്ക് നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ വെള്ളം വറ്റിയില്ല, ഇച്ചിരിയും കൂടി ഒന്ന് വറ്റട്ടെ. കുറച്ച് വെള്ളം വേണം കേട്ടോ. ഈ ഇഞ്ചിന്റെ നീരിറങ്ങിയ വെള്ളം ആവശ്യമാണ്, എന്നാൽ മാത്രമേ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് വറ്റിച്ചെടുത്തില്ല. ഇനി നമുക്ക് തേങ്ങ അരച്ചതും പിന്നെ തൈരും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുക് പൊട്ടിച്ചത്, ഇത് മുഴുവനും ഞാൻ എടുത്തില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് അച്ചാറിനൊക്കെ എടുക്കാലോ. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കടുകൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അപ്പൊ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയും. ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ, കടുക്, കരിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടിയും ചേർത്തിട്ട് ഇതിൽ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പച്ചടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ. ഇപ്പൊ ഇന്ന് മൂന്ന് റെസിപ്പിയും വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ല റെസിപ്പിയുമായി കാണാം. ബൈ.